എല്ലാത്തിൻ്റെയും അറിവ് സൃഷ്ടാവിൻ്റെ അടുത്താണുള്ളത്. എല്ലാ അറിവും ഒന്നിലേക്ക് തന്നെയാണ്. ഇനി ഇതേ കാര്യം ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. അധ്യായം 7 ജ്ഞാന വിജ്ഞാന യോഗ വാക്യം 3 പറയുന്നത്, യാതൊന്നറിഞ്ഞാൽ പിന്നെ ഈ ലോകത്ത് അറിയേണ്ടതായി മറ്റൊന്നും അവശേഷിക്കുകയില്ല. ആ ജ്ഞാനത്തെ വിജ്ഞാനത്തോടു കൂടി ഞാൻ പൂർണ്ണമായി പറഞ്ഞു തരാം. അപ്പൊ ഏതൊന്നറിഞ്ഞാൽ പിന്നെ അറിയേണ്ടതായിട്ട് മറ്റൊന്നുമില്ല എന്ന് പറയുന്നത്, സൃഷ്ടാവിനെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എല്ലാം അതുമായിട്ട് തന്നെ ബന്ധപ്പെട്ടിട്ടാണ് കിടക്കുന്നത് എന്നാണ് ഇവിടെ ഭഗവത്ഗീത പറയുന്നത്. ഇതേ കാര്യം തന്നെയാണ് അധ്യായം 20 സൂറ തോഹയില് 98-ാമത്തെ ആയത്ത് പറയുന്നത്, നിങ്ങളുടെ ദൈവം അള്ളാഹു മാത്രമാകുന്നു, അവനല്ലാതെ യാതൊരു ദൈവവുമില്ല. അവന്റെ അറിവ് എല്ലാ കാര്യത്തെയും ഉൾക്കൊള്ളാൻ മാത്രം വിശാലമാണ്. ഇവിടെ മൂസാ നബിയാണ് ഈ ഒരു കാര്യം പറയുന്നത്. അവനെ പറ്റിയിട്ടുള്ള സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതെല്ലാ കാര്യവും ഉൾക്കൊള്ളാൻ കഴിയും എന്നുള്ളതാണ്. എല്ലാം അതുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്ന്.